കണക്കെടുപ്പിൻ്റെ സമയമാണിത്. കണക്കെടുപ്പിൻ്റെ സമയം എന്ന് പറയുമ്പോൾ തകർന്ന കെട്ടിടങ്ങളുടെ കണക്കെടുക്കുന്നു, അതുപോലെ തന്നെ കാണാതായവർക്ക് വേണ്ടിയുള്ള കണക്കെടുപ്പ്, അതിൻ്റെ ഒരു കരട് പട്ടിക രൂപപ്പെടുത്തി കഴിഞ്ഞു. അങ്ങനെ ഓരോ നിലയ്ക്കും കണക്കെടുപ്പാണ്, വളരെ വലുതും ചെറുതുമായ കണക്കെടുപ്പുകൾ. ആ കണക്കെടുപ്പിലെ എല്ലാവരെയും വേദനിപ്പിക്കുന്ന കാഴ്ചകൾ കൂടിയാണ് ഈ കണക്കെടുപ്പിൻ്റെ ഓരോ സമയത്തും വന്നുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിലെ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ, അതിനിടയിലെ കണ്ണിലുടക്കിയ, ക്യാമറയിലുടക്കിയ ദൃശ്യങ്ങളിലൊന്നാണ് ഉരുൾപൊട്ടൽ മേഖലയിൽ നിന്ന് ലഭിച്ച ഗ്യാസ് സിലിണ്ടറുകളുടെ കണക്കെടുപ്പ്. ഒട്ടും ഉപയോഗിക്കാത്തതും ഉപയോഗിച്ച് കാലിയായ സിലിണ്ടറുകളും ഈ ദൃശ്യങ്ങളിൽ കാണുവാൻ സാധിക്കും. ഉരുൾപൊട്ടലിൽ പൂർണ്ണമായി തകർന്ന വീടുകളിൽ ഉൾപ്പെടെ ഉപയോഗിച്ച ഗ്യാസ് സിലിണ്ടർ ആകാം ഇത്. തിരച്ചിലിനിടയിൽ 50ഓളം ഗ്യാസ് സിലിണ്ടറുകളാണ് കണ്ടെത്തിയിരിക്കുന്നത്. ചൂരൽമല ദുരന്തത്തിലാകപ്പെട്ട് ഉരുൾപൊട്ടിയപ്പോൾ നഷ്ടപ്പെട്ടു പോയവരുടെ സിലിണ്ടർ അവിടുന്ന് ഇവിടുന്നും നമ്മുടെ റെസ്ക്യൂ ടീമുകൾ പിടിച്ചെടുത്ത സിലിണ്ടർ ഞങ്ങൾ ഏറ്റെടുത്തിട്ട് സിവിൽ സപ്ലൈസ് ഏറ്റെടുത്തിട്ട് ഗ്യാസ് ഏജൻസിയിലേക്ക് ഗ്യാസ് ഏജൻസി കമ്പനിക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇത് മാസ്റ്റർ എഴുതാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവരെ സഹായിക്കുകയാണ്. ഏതാണ്ട് 50ഓളം കുറ്റി ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇനിയും അവിടെ ഇവിടെയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ചെന്ന് കണ്ടാലേ അറിയത്തുള്ളൂ. സിലിണ്ടറുകളുടെ കണക്കെടുപ്പ് നടത്തുന്നതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഭാഗികമായി തകർന്ന റേഷൻ കടയും. സ്റ്റോറിനുള്ളിൽ വെള്ളം കയറി നശിച്ച അരിച്ചാക്കുകൾ ദുരന്തത്തിന്റെ ബാക്കി പത്രമാണ്. കൈരളി ന്യൂസ്, വയനാട്.